ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു ടെക്നിക്കായിട്ടാണ് കേട്ടോ. ഇന്നലെ ഞാൻ ഓൾറെഡി ഒരു ടെക്നിക്ക് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കണ്ട് സജഷൻസൊക്കെ അറിയിക്കാം കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ ടെക്നിക്ക് പറഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ഡെയിലി ലൈഫിലുള്ള ഓരോ യൂസേജസ് വെച്ചിട്ടാണ് സെൻറ്റൻസ് ഓരോന്നും മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവാൻ വളരെയധികം ഈസി ആയിരിക്കും കേട്ടോ. ഈ സ്ക്രീനിലോട്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്നു, അതുപോലെ അയാൾക്ക് കാത്തിരിക്കേണ്ടി വന്നു, അവൾക്ക് വിളിക്കേണ്ടി വന്നു, എനിക്ക് സഹായിക്കേണ്ടി വന്നു എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ പറയാറുണ്ടല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലോട്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് കാത്തിരിക്കേണ്ടി വന്നു, സഹായിക്കേണ്ടി വന്നു, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എന്ത്? ഹാഡ് ടു കേട്ടിട്ടുണ്ടോ? ഈ ഹാഡ് ടു വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയട്ടോ. അപ്പോൾ സഹായിക്കേണ്ടി, വിളിക്കേണ്ടി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മൈൻഡിലോട്ട് എന്താ വരേണ്ടത്? ഹാഡ് ടു എന്ന വേർഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹാഡ് ടുവിനെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചാലോ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പോകുന്നത് നോക്കട്ടോ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ടു പ്ലസ് ബേസ് ഫോം ഓഫ് വെർബ്. സബ്ജക്റ്റ് എന്താ? ഐ, യു, ദേവി, അതുപോലെ ഹീ, ഷീ, ഇറ്റ്, നെയിം ഒക്കെ എന്താണ്? സബ്ജക്റ്റിൽ കൂട്ടല്ലേ. ഹാഡ് ടു പ്ലസ് ബേസ് ഫോം ഓഫ് വെർബ്. ഇനിയിപ്പോൾ ബേസ് ഫോം ഓഫ് വെർബ് എന്ന് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. ഒരു വെർബിൻ്റെ ആദ്യത്തെ ഫോമാണ് എന്ത്? ബേസ് ഫോം. ആക്ഷൻ, ഈ നമ്മൾ സെൻറ്റൻസിലെ ആക്ഷൻ്റെ ആദ്യത്തെ ഫോമാണ് എന്ത്? ബേസ് ഫോം കേട്ടോ. ING, ED ഇതൊന്നും ഇല്ലാത്ത ഫോമാണ് കേട്ടോ. അതുപോലെ എക്സാമ്പിൾ ഞാൻ കൊടുത്തത് നോക്കിക്കേ. ഗോ, ഈറ്റ്, സ്റ്റഡി, കോൾ, വർക്ക്, ഒരുപാട് വെർബ്സ് ഉണ്ട് അല്ലേ. ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തെന്ന് മാത്രം കേട്ടോ. ഇനിയിപ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നാം, എന്ത്? സഹായിക്കേണ്ടി വന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യം പറയണത് പോലെ തോന്നല്ലേ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മസ്റ്റ് എന്ന വേർഡ് നമുക്ക് മൈൻഡിലോട്ട് വരാം. പക്ഷേ മസ്റ്റ് എങ്ങനെയാണ്, ഹാഡ് ടു എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് നോക്കിയാലോ. സ്വാഭാവികമായിട്ടും മസ്റ്റ് നമുക്ക് എവിടെ ഉപയോഗിക്കുക? പ്രസൻറ്റ് ടൈമിലും ഫ്യൂച്ചർ ടൈമിലും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അതുപോലെ ഫ്യൂച്ചർ വരാൻ പോണ സമയത്തൊക്കെ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഐ മസ്റ്റ് കോൾ ഹിം നൗ. എങ്ങനെയാ? എനിക്ക് അവനെ ഇപ്പോൾ വിളിക്കേണ്ടതുണ്ട്, അല്ലാതെ ഐ ഹാഡ് ടു കോൾ ഹിം നൗ എന്ന് പറയില്ല. കാരണം എന്താ? ഹാഡ് ടു എന്നതൊരു പാസ്റ്റ് ആണ് കേട്ടോ. ഹാവ് ടുവിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? ഹാഡ് ടു. അത് ഞാൻ പറയാം. ഐ ഹാഡ് ടു കോൾ ഹിം യെസ്റ്റർഡേ. എനിക്ക് അവനെ ഇന്നലെ വിളിക്കേണ്ടി വന്നു. അപ്പോൾ ഹാഡ് ടു എന്താ? കഴിഞ്ഞു പോയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹാഡ് ടു എന്ന ഫോം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഹാഡ് ടുവിൻ്റെ ഒരു മീനിങ്ങും കൂടെ പഠിച്ചിട്ട് നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലോട്ട് പോകട്ടെ. ഹാഡ് ടു എന്നത് എന്താണ്? ഹാവ് ടുവിൻ്റെ ഒരു പാസ്റ്റ് ഫോമാണ് കേട്ടോ. അതുപോലെ ഹാവ് ടുവിൻ്റെ മീനിങ് എന്താ? മസ്റ്റായിട്ട് അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള കാര്യത്തെ മീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് ടു ഓർ ഹാഡ് ടു ഉപയോഗിക്കുക. ഹാവ് ടുവിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? ഹാഡ് ടു എന്നതും കൂടെ ഓർത്ത് വെക്കട്ടോ. ഞാനിവിടെ ഒരു കുഞ്ഞു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കിക്കേ. സോ ഹാഡ് ടു മീൻസ് ഇറ്റ് വാസ് നെസസറി ഇൻ ദ പാസ്റ്റ് ഓർ യു വർ റിക്വയർഡ് ടു ഡു സംതിങ് ബിഫോർ നൗ. അതായത് പാസ്റ്റിൽ നിർബന്ധമായിട്ടുള്ള കാര്യം, അതുപോലെ കുറച്ച് മുന്നേ ആണെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു മസ്റ്റ് നിർബന്ധിതമായിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കാനാണ് കേട്ടോ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട, ജസ്റ്റ് ഹാഡ് ടു പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾസിലോട്ട് പോകാം. നോക്കിക്കേ. ഇന്ന് എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു. എങ്ങനെ പറയാം? ഐ ഹാഡ് ടു വേക്ക് അപ്പ് ഏർലി ടുഡേ. സ്ട്രക്ചർ നോക്കിക്കേ. ഐ സബ്ജക്റ്റ്, ഹാഡ് ടു പ്ലസ് വേർബ് വന്നു, ഏർലി ടുഡേ. മനസ്സിലായോ? സോ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. അത്താഴത്തിന് മുമ്പ് അവൾക്ക് ഹോംവർക്ക് പൂർത്തിയാക്കേണ്ടി വന്നു. അതായത് ഡിന്നറിന് മുന്നേ അവൾക്ക് ഹോംവർക്ക് ഫുള്ള് തീർക്കേണ്ടി വന്നു എന്നാണ് കേട്ടോ. ഷീ ഹാഡ് ടു ഫിനിഷ് ഹെർ ഹോംവർക്ക് ബിഫോർ ഡിന്നർ. ഷീ എന്നത് സബ്ജക്റ്റ്, ഹാഡ് ടു, ഫിനിഷ് എന്നുള്ളത് വേർബ്, ഹെർ ഹോംവർക്ക് ബിഫോർ ഡിന്നർ. അതുപോലെ മഴ കാരണം അവർക്ക് യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണല്ലേ. എങ്ങനെ പറയാം? ദേ ഹാഡ് ടു ക്യാൻസൽ ദ ട്രിപ്പ് ബിക്കോസ് ഓഫ് റെയിൻ. ബിക്കോസ് ഓഫ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? മഴ കാരണം എന്നല്ലേ. അപ്പോൾ ദേ എന്നുള്ളത് ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ടു പ്ലസ് ക്യാൻസൽ എന്നുള്ളത് എന്താ? ഇവിടെ വേർബാണ് അല്ലേ. ക്യാൻസൽ ദ ട്രിപ്പ് ബിക്കോസ് ഓഫ് റെയിൻ. വളരെ സിമ്പിളാണ് കേട്ടോ മനസ്സിലാക്കിയാൽ.
സോ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. അയാൾക്ക് കുറച്ച് പണം കടം വാങ്ങേണ്ടി വന്നു. ഓൾറെഡി കഴിഞ്ഞു പോയതാണ്, നിർബന്ധിതമായിട്ട് അയാൾക്ക് വാങ്ങേണ്ടി വന്ന കാര്യമാണ് അല്ലേ. എങ്ങനെയാ പറയുക? ഹി ഹാഡ് ടു ബോറോ സം മണി. ബോറോ എന്ന് പറഞ്ഞാൽ എന്താ? കടം വാങ്ങിക്കുക എന്നുള്ളത് മീനിങ് ആണ് കേട്ടോ. ഹി ഹാഡ് ടു ബോറോ സം മണി. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. അവൾക്ക് സത്യം പറയേണ്ടി വന്നു. എങ്ങനെയാ പറയുക? ഷീ ഹാഡ് ടു ടെൽ ദ ട്രൂത്ത്. ഇവിടെ വേർബ് ഏതായിരിക്കും? ടെൽ എന്നതാണല്ലേ വേർബ്. സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. കൂടുതൽ എക്സാമ്പിൾസ് കാണിച്ചിട്ട് ബോറടിപ്പിക്കണില്ല കേട്ടോ. നമുക്ക് 2 കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ചെയ്ത തെറ്റിന് അയാൾക്ക് ക്ഷമ ചോദിക്കേണ്ടി വന്നു. ഹി ഹാഡ് ടു അപ്പോളജൈസ് ഫോർ ഹിസ് മിസ്റ്റേക്ക്. അപ്പോളജൈസ് എന്ന് പറഞ്ഞാണ് കേട്ടോ ഇവിടെ വേർബായിട്ട് വരുന്നത്. ഹി ഹാഡ് ടു അപ്പോളജൈസ് ഫോർ ഹിസ് മിസ്റ്റേക്ക്. സോ നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. അവന് ഉടനെ അമ്മയെ വിളിക്കേണ്ടി വന്നു. എങ്ങനെയാണ് പറയുക? ഹി ഹാഡ് ടു കോൾ ഹിസ് മദർ ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഉടനെ എന്ന് മീനിങ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിവിടെ ചെറിയൊരു ടാസ്ക് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മനസ്സിലായോ എന്നുള്ളത് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.